നിങ്ങൾക്കറിയാമോ, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട് ആർത്തവ വിരാമം. കേൾക്കുമ്പോൾ കൗതുകം തോന്നാമെങ്കിലും സംഗതി അല്പം സീരിയസ് ആണ്. സ്ത്രീകളുടെ ജീവിതത്തിലെ ഒരു സ്വാഭാവിക പരിവർത്തനമാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. അവരുടെ പ്രത്യുൽപാദന ചക്രത്തിൻ്റെ പൂർണ്ണമായ വിരാമം. ഏകദേശം 45-നും 55-നും ഇടയിൽ സംഭവിക്കുന്ന ഈ മാറ്റം ഹോർമോൺ വ്യതിയാനങ്ങളാലും വൈകാരികവും ശാരീരികവുമായ നിരവധി ലക്ഷണങ്ങളാലും അടയാളപ്പെടുത്തപ്പെടുന്നു. എന്നാൽ സ്ത്രീകൾക്ക് മാത്രം പരിചിതമെന്ന് കരുതുന്ന ഈ വിരാമം പുരുഷന്മാരിലും സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അതെ, സ്ത്രീകൾക്ക് ആർത്തവ വിരാമം ഉള്ളതുപോലെ പുരുഷന്മാർക്കുമുണ്ട് ഒരു വിരാമഘട്ടം. അതാണ് ആൻഡ്രോപോസ്, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിലൂടെ സംഭവിക്കുന്ന പുരുഷന്മാരിലെ ഹൈപ്പോഗൊണോഡിസം. വാർദ്ധക്യത്തിൻ്റെ സ്വാഭാവിക ലക്ഷണങ്ങളായി കണക്കാക്കി പലപ്പോഴും അവഗണിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. ഇതിനെക്കുറിച്ച് ശരിയായ അവബോധമില്ലാത്തത് പല പുരുഷന്മാരുടെയും ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ ആരോഗ്യകരമായ നിലനിൽപ്പിന് തടസ്സമുണ്ടാക്കുന്നു. ആൻഡ്രോപോസ് എന്താണ്? ഇത് എങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയേണ്ടത്? ഇങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെല്ലാം കുറിച്ച് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. സ്ത്രീകളിൽ ഈസ്ട്രോജൻ്റെ ഉൽപ്പാദനം ഒരു നിശ്ചിത ഘട്ടത്തിൽ പെട്ടെന്ന് നിലയ്ക്കുന്നത് പോലെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന പ്രധാന ലൈംഗിക ഹോർമോണിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ആൻഡ്രോപോസ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സ്ത്രീകളിൽ ആർത്തവ വിരാമം പെട്ടെന്നുള്ളതും വ്യക്തമായതുമാണെങ്കിൽ പുരുഷന്മാരിൽ ഈ ഹോർമോൺ കുറവ് സംഭവിക്കുന്നത് വളരെ സാവധാനത്തിലും ക്രമാനുഗതവുമായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ആർത്തവ വിരാമം എന്ന് പൂർണ്ണമായി വിളിക്കാൻ സാധിക്കാത്തത്. മറിച്ച് ഹോർമോൺ അളവിലുള്ള കുറവ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശാസ്ത്രീയമായ മാർഗം. ഒരു പുരുഷന് ഏകദേശം 30 വയസ്സ് തികയുന്നതോടെ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ അളവ് ശരാശരി 1% മുതൽ 2% വരെ കുറയാൻ തുടങ്ങുന്നു. ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. എങ്കിലും ഈ കുറവ് കാര്യമായ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന ഒരു തലത്തിലെത്തുന്നത് മിക്കവാറും 40-നും 60-നും ഇടയിൽ പ്രായമുള്ളപ്പോഴാണ്. പുരുഷന്മാരുടെ ലൈംഗികത, പേശീബലം, അസ്ഥികളുടെ ആരോഗ്യം, ഊർജ്ജസ്വലത, മാനസികാരോഗ്യം എന്നിവ നിലനിർത്തുന്നതിൽ ടെസ്റ്റോസ്റ്ററോൺ നിർണായക പങ്ക് വഹിക്കുന്നു. അതിനാൽ അതിൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഘടകങ്ങളിലെല്ലാം മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. എല്ലാം പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന പൊതുധാരണയിൽ ആൻഡ്രോപോസിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ഒളിപ്പിക്കപ്പെടുന്നു. എന്നാൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഈ ലക്ഷണങ്ങൾ കേവലം വാർദ്ധക്യത്തിൻ്റെ ഭാഗമായി മാത്രം എഴുതിത്തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയുന്നത് സ്വാഭാവികമാണെങ്കിലും ആധുനിക ജീവിതശൈലി ഈ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. തീവ്രമായ മാനസിക സമ്മർദ്ദം കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തെ നേരിട്ട് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാത്രിയിലുള്ള റം ഉറക്ക സമയത്തായതിനാൽ മതിയായ ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം താളം തെറ്റുന്നു. പോഷകങ്ങളില്ലാത്ത, അതായത് പ്രത്യേകിച്ച് സിങ്ക്, വിറ്റാമിൻ ഡി, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുടെ കുറവുള്ള ഭക്ഷണം ഹോർമോൺ സമതുലിതാവസ്ഥയെ തകർക്കുകയും ചെയ്യുന്നുണ്ട്. മദ്യപാനവും പുകവലിയും ടെസ്റ്റോസ്റ്ററോണിനെ നശിപ്പിക്കുകയും അതിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ പേശികളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുന്നത് സ്വാഭാവിക ഹോർമോൺ കുറവിനെ വേഗത്തിലാക്കുന്നു. പുരുഷന്മാരിലെ ലൈംഗിക താൽപ്പര്യക്കുറവ്, ക്ഷീണം, വിഷാദം തുടങ്ങിയ ലക്ഷണങ്ങൾ വെറും മാനസിക പ്രശ്നങ്ങളോ പ്രായത്തിൻ്റെ അവശതകളോ മാത്രമല്ല. പലപ്പോഴും ഹോർമോൺ കുറവിൻ്റെ നേരിട്ടുള്ള സൂചനകളായിരിക്കാം ഇവയെല്ലാം. ഈ തിരിച്ചറിവാണ് കൃത്യമായ ചികിത്സയ്ക്ക് അടിസ്ഥാനമാകുന്നത്. ആൻഡ്രോപോസ് ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിൽ പ്രകടമാകാം. എന്നിരുന്നാലും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചില പൊതുവായ ലക്ഷണങ്ങളുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ലൈംഗിക ഡ്രൈവിൻ്റെ അടിസ്ഥാനമായതിനാൽ ലൈംഗികപരമായ മാറ്റങ്ങൾ പ്രകടമാകും. അതായത് ലൈംഗിക താൽപ്പര്യം കുറയുകയും ഉദ്ധാരണശേഷിക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യാം. ശാരീരിക മാറ്റങ്ങളിൽ പേശികളെ നിലനിർത്തുന്നതിനും അസ്ഥികളെ ബലപ്പെടുത്തുന്നതിനും ടെസ്റ്റോസ്റ്ററോൺ ആവശ്യമായതിനാൽ പേശീബലം കുറയുക, വയറിൽ കൊഴുപ്പ് കൂടുക, മുടി കൊഴിച്ചിൽ, അസ്ഥി സാന്ദ്രത കുറയൽ, അതായത് ഓസ്റ്റിയോപെറോസിസ് എന്നിവ സംഭവിക്കാം. ടെസ്റ്റോസ്റ്ററോൺ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വാധീനിക്കുന്നതിനാൽ മാനസിക വൈകാരിക മാറ്റങ്ങളായ മൂഡ് സ്വിങ്സ്, ഉത്കണ്ഠ, വിഷാദം, പെട്ടെന്നുള്ള ദേഷ്യം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കൽ എന്നിവ സാധാരണമാണ്. പൊതുവായ ലക്ഷണങ്ങളിൽ രാത്രി ഉറക്കത്തിൽ പോലും ശരീരത്തിന് പൂർണ്ണമായി ഊർജ്ജം വീണ്ടെടുക്കാൻ കഴിയാതെ വരുന്നതിനാൽ മതിയായ വിശ്രമത്തിന് ശേഷവും ക്ഷീണം, ഉന്മേഷക്കുറവ്, ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നു. ഈ ലക്ഷണങ്ങളിൽ പലതും പ്രായമായ മറ്റ് രോഗങ്ങളുടെ, ഉദാഹരണത്തിന് തൈറോയിഡ് പ്രശ്നങ്ങൾ, പ്രമേഹം, അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയോ ഭാഗമായി വരാൻ സാധ്യതയുള്ളതിനാൽ സ്വയം രോഗനിർണയം നടത്താതെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലക്ഷണങ്ങൾ എത്രത്തോളം പ്രകടമാണെങ്കിലും
കൃത്യമായ രോഗനിർണയത്തിന് രക്തപരിശോധന ആവശ്യമാണ്. രക്തത്തിൽ മൊത്തം ടെസ്റ്റോസ്റ്റിറോൺ എത്ര അളവ് പരിശോധിക്കുക എന്നതാണ് പ്രധാന മാർഗം. ചില സന്ദർഭങ്ങളിൽ കൂടുതൽ കൃത്യമായ ഫലത്തിനായി ഫ്രീ ടെസ്റ്റോസ്റ്റിറോൺ അളവും പരിശോധിക്കാറുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ അളവ് ദിവസം മുഴുവനും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഏറ്റവും ഉയർന്ന അളവ് കാണിക്കുന്ന രാവിലെ 7 മണിക്കും 10 മണിക്കും ഇടയിൽ രക്തം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഹൈപ്പോഗൊണോഡിസം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് പ്രൊലാക്റ്റിൻ, തൈറോയിഡ് ഹോർമോണുകൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവയൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഡോക്ടർമാർ മറ്റ് പരിശോധനകളും ചിലപ്പോൾ നിർദ്ദേശിച്ചേക്കാം. ഈ അവസ്ഥ വളരെ വൈകി, അതായത് ലക്ഷണങ്ങൾ വളരെ തീവ്രമായതിനു ശേഷം മാത്രം ചികിത്സ തേടുന്നത് രോഗമുക്തിയെ സങ്കീർണമാക്കിയേക്കാം. അതിനാൽ 40 വയസ്സിന് മുകളിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ സ്ഥിരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ഒരിക്കലും മടിക്കരുത്. ആൻഡ്രോപോസ് കണ്ടെത്തിയാൽ ചികിത്സയുടെ പ്രാഥമിക ലക്ഷ്യം ടെസ്റ്റോസ്റ്റിറോൺ അളവ് ആരോഗ്യകരമായ നിലയിലേക്ക് തിരികെ കൊണ്ടുവരിക, ലക്ഷണങ്ങൾ കുറയ്ക്കുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ്. ചികിത്സയുടെ അടിത്തറ ഹോർമോൺ തെറാപ്പിയല്ല, മറിച്ച് മെച്ചപ്പെട്ട ജീവിതശൈലിയാണ്. ഭാരം ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ പേശികളെ ഉത്തേജിപ്പിക്കുകയും സ്വാഭാവിക ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നതിനാൽ പതിവായ വ്യായാമം, പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ട്രെയിനിങ് അത്യാവശ്യമാണ്. പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, അതായത് ഈ ഒമേഗ 3 പോലെയുള്ളവ, സിങ്ക്, വിറ്റാമിൻ ഡി, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ സമീകൃത ആഹാരം ഉറപ്പാക്കുകയും അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളും അതുപോലെ പഞ്ചസാരയും ഒഴിവാക്കുകയും ചെയ്യുന്നത് ശരിയായ പോഷകാഹാരം എന്ന വിഭാഗത്തിൽ വരുന്നുണ്ട്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം നിർബന്ധമാണ്. സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, ധ്യാനം, ഹോബികളിൽ ഏർപ്പെടുക. ഇവ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹോർമോൺ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും സഹായിക്കും. മദ്യവും പുകവലിയും പൂർണ്ണമായി ഒഴിവാക്കണം. ജീവിതശൈലി മാറ്റങ്ങൾ മതിയാകാതെ വരികയും ടെസ്റ്റോസ്റ്റിറോൺ അളവ് വളരെ കുറവായിരിക്കുകയും ചെയ്യുമ്പോൾ ഡോക്ടർമാർ ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നിർദ്ദേശിച്ചേക്കാം. ഈ TRT എന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ശരീരത്തിൽ കുത്തിവെപ്പ്, അതുപോലെ ചർമ്മത്തിൽ പുരട്ടുന്ന ജെൽ, പാച്ച് അല്ലെങ്കിൽ വായിൽ വയ്ക്കുന്ന ഗുളികകൾ എന്നിവയിലൂടെ നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് ലൈംഗിക താൽപ്പര്യം, ഊർജം, പേശീബലം, മാനസികാവസ്ഥ എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ TRT എല്ലായ്പ്പോഴും സുരക്ഷിതമാകണമെന്നില്ല. ഇത് പ്രോസ്റ്റേറ്റ് വലുതാകൽ, ചുവന്ന രക്താണുക്കളുടെ എണ്ണം കൂടുന്നത്, ഉറക്കമില്ലായ്മ, പ്രത്യുൽപാദന ശേഷി കുറയുന്നത് പോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ ഡോക്ടറുടെ കർശനമായ നിർദ്ദേശപ്രകാരം തുടർച്ചയായ നിരീക്ഷണത്തോടെ മാത്രമേ TRT ആരംഭിക്കാനും തുടരാനും പാടുള്ളൂ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഓൺലൈനിൽ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്ററുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ആൻഡ്രോപോസിനെ കുറിച്ചിട്ടുള്ള അവബോധം എന്നത് ഒരു മെഡിക്കൽ വിഷയം മാത്രമല്ല, ഒരു സാമൂഹിക മാറ്റം കൂടിയാണ്. വാർദ്ധക്യത്തോടനുബന്ധിച്ചിട്ടുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കാൻ ഇത് പുരുഷന്മാരെ സഹായിക്കും. ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ പുതിയതൊന്ന് ആരംഭിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നത് വാർദ്ധക്യത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമാണെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. ആൻഡ്രോപോസിനെ കുറിച്ചിട്ടുള്ള തുറന്ന ചർച്ചകൾ പുരുഷന്മാരെ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കാനും ലജ്ജയില്ലാതെ ചികിത്സ തേടാനും പ്രേരിപ്പിക്കും. ഓർക്കുക, മികച്ച ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം ഏതൊരു പ്രായത്തിലും സാധ്യമാണ്. അതിനു വേണ്ടത് ശരിയായ അറിവും സമയബന്ധിതമായ ചികിത്സയും മാത്രമാണ്.